അതിന് വെള്ളം കൊടുക്കാം. ഇത് അമ്മയ്ക്കുള്ള വെള്ളം. ഗുളിക കഴിക്കാനുള്ളതാ ഗുളിക. ഇത്രയും വയറോ? നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ചേച്ചിനെ അറിയൂലേ? കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല. ഇവരെന്തെങ്കിലും വീഡിയോ വന്നപ്പോ മനസ്സിലാവും. അതെ അതെ, നമ്മള് അതിലൊക്കെ കാര്യമല്ലേ. കാരുളിയിലെ അമ്മ, കാരുളി കാരുളിയിൽ എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. ദുബായിരുന്നോണ്ട് അമ്മച്ചിയുടെ വീഡിയോ ഒന്നും കാണും. ആദ്യം കാണാൻ തുടങ്ങിയത് എൻ്റെ അമേരിക്കയിൽ ഒരു ബ്രദറുണ്ട്. അവിടെ നിന്നുകൊണ്ട് എനിക്ക് അയച്ചു തന്നു. അപ്പൊ ജോഷോട് ചോദിച്ചു മല്ലിക്കുവാൻ ആരാന്ന്. പിന്നെ എനിക്കത് വരാൻ തുടങ്ങി. പിന്നെ സ്ഥിരം ഞാൻ ഫോളോവറാണ്. മെമ്മറി ഇല്ല. സുഖാണോ അമ്മച്ചിക്ക്? അമ്മച്ചിക്ക് സുഖാണോ? ആരോഗ്യമൊക്കെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? അതാണ് പ്രായായില്ലേ? നടക്കാൻ പറ്റുമോ? നടക്കാനൊക്കെ പറ്റുമോ? നടക്കാനായിട്ട് പറ്റുമോ? ഇതിലെ നടക്കാൻ പറ്റുമോ? ഓക്കെ ഓക്കെ. എന്നാ കിടന്നോ? കിടന്നോ? എന്നാ ആ സുഖം സുഖം. കാണാനായിട്ട് വന്നതാ. കാണാൻ വേണ്ടി വന്നതാ. കാണാനായിട്ട് വന്നതാന്ന് അമ്മച്ചീനെ. ജോമിന്റെ എവിടെയാ? ഓസ്ട്രേലിയ. എനിക്ക് ചേട്ടനോട് വിളിച്ചത്. പിന്നെ ആരെവിടെ? 3 പേർ. സാബു സാബു. ആ ചേട്ടായി മൂത്തയാള്. രണ്ടാമത്തെ ഇവിടെ മെഡിക്കൽ കോളേജ് ജോലിയല്ല. മെഡിക്കൽ എനിക്ക് ഇലക്ട്രിക്കൽ ലൈസൻസ് കിട്ടുമ്പോൾ ആദ്യം ബോർഡ് എത്തുന്നത് എനിക്ക് ഫസ്റ്റായിട്ട് KCB ലൈസൻസ് കിട്ടുന്ന സമയത്ത് വയറിംഗ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഹരിക്കാൻ തൊട്ടിയില്ലേ അമ്മച്ചറിയോ? ഹരിക്കാൻ തൊട്ടി ഓർക്കുന്നില്ല. ഞാനിപ്പോ പറഞ്ഞു നോക്കി. ചിലപ്പോ പഴയ കാര്യം ഓർത്തത്. കാരുളിന്ന് പറയാ. കാരുള്ളിന്ന് പറയും. പൊടിമില്ല് കാരുള്ളിൽ എന്ന് പറയും. ഞങ്ങൾക്ക് പണ്ട് കടയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കടയും മില്ലും ഒക്കെ ഉണ്ടായിരുന്നു. അറിയാവോ? ഈ അമ്പലത്തിന്റെ അവിടെ വാണിയങ്കാവില് വാണിയങ്കാവില് കടയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കടയും മില്ലും ഒക്കെ ഉണ്ടായിരുന്നു. അറിയോ? ഇല്ല. നമ്മ നെല്ല് കുത്തുന്ന മില്ലൊക്കെ ഉണ്ടായിരുന്നില്ലേ കാരുളിയിലെ? കുഞ്ഞേട്ടൻ, കാരുളി കുഞ്ഞേട്ടൻ. പഴയതൊക്കെ കുറെ ഓർമ്മയുണ്ട്. പക്ഷെ ഞങ്ങൾ അവിടെ താമസിച്ചൊന്നും ഓർക്കുന്നില്ല. ഞങ്ങൾ അവിടെ താമസിച്ചായിരുന്നല്ലോ. അത് നമ്മൾ ഓർക്കുന്നില്ല. അമ്മച്ചിക്ക് ഒരു 87 വയസ്സ് കാണുമായിരിക്കും. ആണല്ലേ? ഓർമ്മയുണ്ട്. നല്ല ഓർമ്മയുണ്ട്. 30 വർഷമായില്ലേ? അയ്യോ. അല്ല, നിങ്ങൾ ആ പഴയ കടയുള്ള സമയത്തല്ലേ നമ്മൾ ലൈസൻസ് ഒക്കെ കിട്ടുന്നത്. അവരുടെ ഉണ്ടായിരുന്നു. അവർ പോയിട്ട് ഇപ്പം കുറച്ച് നാളെ. ആ ഞാൻ പോയായിരുന്നു. ഞാനൊരു 3 വർഷം നിങ്ങൾ പോയായിരുന്നു. ഞാനും സാബു ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പിന്നെ ചേച്ചിട്ട് 2 ആങ്ങളമാരും ഞങ്ങൾ 4 പേര് പോയായിരുന്നു.
ജോമ വീഡിയോ എടുത്ത് തന്നെ ചെയ്യുന്നുണ്ടല്ലേ? ആ ഞാൻ ഇവിടെ വന്നിട്ട് കണ്ടില്ല. ദുബായ് എപ്പോഴും ഇത് ഞാൻ അളിയും ചോദിച്ചു, എന്റെ പുള്ളിക്കാരത്തെ അമേരിക്കയിലുള്ള നിങ്ങളുടെ നാട്ടിലുള്ള ഓമനക്കാരൻ ഞങ്ങളൊക്കെ അറിയുന്നതാണെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് വരാൻ തുടങ്ങി. എപ്പോ വരുമ്പോഴും ഞാൻ കേൾക്കില്ല. നമ്മുടെ ജോണി ചെയ്യുന്ന ഇതുപോലെയാ ഈ പരിപാടി എങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ ജോണി പുള്ളി ഫേസ്ബുക്കിലല്ലേ? പുള്ളി ഫേസ്ബുക്കിൽ ഇടുന്നല്ലേ? ലൈവ് ഇടുന്നത്. ആ അത് ലൈവ് ഇടുന്നത് പുള്ളി കൂടുതൽ. ഫേസ്ബുക്കിലിടാൻ തുടങ്ങിയിട്ട് അധികം നാളായില്ലേ നമ്മൾ ഈ ഒക്ടോബർ മുതലിടാൻ തുടങ്ങി. അന്ന് നേരത്തെ ചെറുതായിട്ട് ഇടുമായിരുന്നുള്ളൂ. യൂട്യൂബിൽ നേരത്തെ ഇട്ടു. അമ്മയ്ക്ക് ഇപ്പം ഇച്ചിരി ഇതുണ്ട്, മൂത്രത്തിപ്പഴുപ്പൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു. പനി വന്നിട്ട് അങ്ങോട്ട് പിന്നെ മൂത്രത്തിപ്പഴുപ്പായി. നടക്കും. അത് ആന്റിബയോട്ടിക് കൊടുക്കുന്നുണ്ടേ. ആന്റിബയോട്ടിക് കൊടുക്കുന്നുണ്ടേ. നാളെ കൂടെ ഉണ്ട്. 3-4 ദിവസം കൊണ്ട് പറയുന്നു. ഇന്ന് ഒരാൾ നഴ്സിംഗ് പഠിക്കുന്നത്, ഒരാൾ പഠിക്കുന്നത്, ഒരാള് എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്. എഞ്ചിനീയറിംഗ് എനിക്ക് 2 പേര്. ഞങ്ങൾക്ക് എല്ലാം 2 പേരേ ഉള്ളൂ. വിവീന. നമ്പ്യാളത്താണോ? അറിയില്ലേ? മറ്റത്തിലെ അറിയോ? കേടിയ കിട്ടുന്നില്ല. ബസ്സൊക്കെ ബോർഡ് ആണോ? അവർക്ക് കേസ് കരുത്തിട്ട് അവിടെ ഇടുന്നതുകൊണ്ട് വാസം വന്ന് ഈ ഇടയ്ക്ക് ഉദ്ഘാടനം ചെയ്തു. അതും കോലയിൽ നമ്മുടെ ഭർത്താവിന്റെ അതിന്റെ അടുത്തുള്ളത് വരെ വർഷോപ്പാണ്. നേരത്തെ മറ്റേ പുറയിലുണ്ടായിരുന്നല്ലോ അത് വിറ്റല്ലേ? അത് വിറ്റ് 3 വർഷപ്പെടാണ്. ഇപ്പൊ മറ്റേത് പുതിയ ബസ് ബോർഡ് ചെയ്യുന്ന വർഷം. ഇപ്പൊ ഭയങ്കര നിയമങ്ങളല്ലേ? അതുകൊണ്ട് 1 ഏക്കർ മേടിച്ചു. 1 ഏക്കർ സ്ഥലം. അതാ പറയുന്നത്. അപ്പൊ അവർക്ക് 20 ബസ് ഒറ്റയടിക്ക് ചെയ്യാം. അതിലൂടെ നല്ല തിരക്കാം. ഞങ്ങളുടെ ചേട്ടായി അതിനുണ്ട് പെട്ടെന്ന്. അതെ ചേട്ടായി ഒരു ഭയങ്കര പെട്ടെന്ന് ആന്റിബയോട്ടിക് കഴിക്കുന്നേ അതുകൊണ്ടാണ്. അല്ല വർത്തനം പറയുന്നത്. സംസാരിക്കുന്ന ആളാണ്. ഞങ്ങളുടെ കടയുണ്ട്. ഇതിന്റെ നടുക്കൂടി ഒരു മൺറോഡുണ്ട്. അതിലെ അങ്ങ് പോകും. ചേച്ചിയുടെ വീട് അതിരമ്പഴല്ലേ? മണ്ണാറ് പോകുന്നത്. എന്റെ പെങ്ങളെ കെട്ടിച്ചിരിക്കുന്നത് അടുത്ത് തന്നെയാണോ? മലയില്. അവരെടുത്താ ദൂരെ അറിയുന്നല്ലേ? ഞങ്ങള് കണ്ടിട്ടുള്ളല്ലേ? നമ്മള് ഡോക്ടറുണ്ട് ആണോ? ന്യൂറോളജിസ്റ്റ് ആണോ? അത് പല്ല് വെച്ച് പ്രസംഗിച്ചില്ലേ? ആണല്ലേ? മൂത്ത പെങ്ങളാണ്. ഭക്ഷണം കഴിക്കുന്നുണ്ട്. കുഴപ്പമില്ല. ചില സമയത്ത് ഇച്ചിരി മടുപ്പ് കാണിക്കും. അല്ല അതങ്ങനെ ഉള്ള അതിപ്പോ ഈ അസുഖത്തിന്റെ അസ്വസ്ഥതയാണ് കൂടുതലേ. പുള്ളി ഓസ്ട്രേലിയയിലാ. പുള്ളിപ്പോ ഒന്ന് വന്ന ഇവിടെ പുള്ളിയുടെ പെങ്ങടെ മകന്റെ ഒരു പട്ടം ഉണ്ടായിരുന്നു. പുള്ളിയുടെ അടുത്തൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പുള്ളി ഇടവ എന്ന് പറഞ്ഞാൽ ചാപ്പിയനായിരുന്നു ഈ ഹോസ്പിറ്റൽ വഴിയേ. ഇപ്പൊ പുള്ളി പരിപാടിയൊന്നുമില്ല. ഇപ്പൊ പെൻഷനായിരിക്കും. ഷാജിരിക്കുന്നത് അതുപോലെ തന്നെ. ഇപ്പൊ പുള്ളി പെൻഷനായി. പെട്ടി പല അമ്മച്ചിമാർക്കെല്ലാം ഉണ്ടല്ലോ. ഇതിന് വേറെ പറയണേ. ഇതിന് വേറെ അല്ല, ഇതിന് പറയുന്നത് ശ്രീധനപ്പെട്ടി എന്നാ പറയണേ. പിന്നെ പ്ലാവിന്റെ ഇത് കാതലെടുത്ത് ഉണ്ടാക്കുന്ന പെട്ടിയാ. മൂത്ത 2 പേരും പഠിച്ചോണ്ടിരിക്കുക. മൂത്തയാളെ ഡിഗ്രി കഴിഞ്ഞു. അപ്പൊ അവിടെ ജോലി ചെയ്യണല്ലോ. ജോലിയും ചെയ്യുന്നുണ്ട്. പെണ്ണ് +2 കഴിഞ്ഞു. അടുത്ത
മോൻ കിട്ടുന്നില്ല. ആ ചേട്ടായി ഇവിടെ ചേട്ടനോട് പഠിച്ചതെങ്കിൽ അറിയാം. ആ അവരൊരുമിച്ച് പഠിച്ചാ പുള്ളി അറിഞ്ഞോ ചേട്ടാ? ആ പിന്നെ ചെലക്കുന്നല്ലേ റോസ്മേരിയൊക്കെ ഒന്നിച്ച് ഇവര് പുള്ളി ഇവിടെ ഗവൺമെന്റ് ജോലിയായിരുന്നല്ലോ അന്ന്. ഇത് പോവുകയാണേ. വിളിച്ചില്ല അവള് കഴിഞ്ഞിട്ടാ ചേച്ചി ഉറങ്ങുവാണോ? ഓട്ടെ. വേദവാർത്ഥത്തിന് ഇവിടെ സ്കൂളിലും അവരൊന്നിച്ച് പഠിച്ചു പോവാ. അവളും കഴിഞ്ഞ വീട്ടിൽ ഇത് വിട്ടു പോവാ. വീട്ടിലോട്ട് പോവാ. ദേവചേട്ടനാ അവരൊന്നിച്ച് പഠിച്ചതാ. അമ്മ ഓർമ്മയൊക്കെ ഈ കരളിന്നൊക്കെ പറഞ്ഞാലേ ഇപ്പൊ കിട്ടാത്തോണ്ടാ അറിയാവുന്ന. എന്നാണ് ഞങ്ങളെപ്പോഴും അതിൽ നടന്നു വരുമ്പോഴത്തേനും ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടെ. വീട് വാണിയങ്കാവിന്റെ അവിടെ. വാണിയങ്കാവ്. ആ കുറിഞ്ഞിക്കാട്ടിലെ വീട് അറിയില്ല? കുറിഞ്ഞിക്കാട്ടിലെ അറിയോ? പറഞ്ഞു ചോദിച്ചു നോക്കി. കുറിഞ്ഞിക്കാട്ടിലെ കുറിഞ്ഞിക്കാട്ടിലെ സാറിന്റെ വീട് അറിയോ? അറിയില്ല. എന്റെ പേര് ഇവിടെ വിളിക്കുന്നത് പെട്ടെന്ന് ഓർക്കാത്തോണ്ടാ. എന്റെ ഫേസ്ബുക്കിലെ പേര് എൽസി ജോഷി. നിങ്ങളുടെ സംഭാഷണങ്ങൾ ഞങ്ങൾ കൃത്യമായി ഞാൻ പറഞ്ഞു വന്നപ്പോ നമുക്കൊന്ന് പോകണം. പറഞ്ഞു മറ്റാലും പിള്ളേരൊക്കെയാ പിള്ളേർ രണ്ടുപേരും ഇവിടെ ഉണ്ട്, 3 പേരും ഇവിടെ ഉണ്ട്. ഇപ്പൊ വന്നിട്ടുണ്ട്. ഒരാള് മെഡിസിൻ പഠിക്കുന്നു ബിലീവേഴ്സിൽ. ഒരാൾ BBA കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നായിരുന്നു. പിന്നെ അവരോടത്ത് തിരിച്ചു പോന്നു. 3ാമത്തെ മോൻ +1 പഠിക്കുന്നു. ജോമാനൊക്കെ പണ്ടുപോലെ ഞാൻ അവർക്ക് ലൈസൻസിന്റെ കാലത്ത് ബോർഡൊക്കെ ഇലക്ട്രിക് ലൈസൻസ് ഉണ്ടാക്കി. അപ്പം ഫസ്റ്റ് ജോമാനൊക്കെ ബോർഡ് വെച്ചായിരുന്നു. എൻ്റെ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഞാൻ ഇവിടുത്തെ ബോർഡ് 30 വർഷം കഴിഞ്ഞു. അന്ന് ഞാൻ ആരും അറിയല്ലോ. ഈ ചേച്ചിനെ അറിയാം, പക്ഷെ ഇങ്ങനടുത്താന്നൊന്നും എനിക്കറിയത്തില്ല. ആ മരിച്ചുപോയ ചേട്ടനെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഞാൻ ഈ ഇടവക്കാരി ടോബിച്ചേട്ടൻ ഇവിടെ അധികം ഇല്ലായിരുന്നല്ലോ. അച്ഛൻ ബ്രദറോ? നമ്മൾ അറിയുന്നില്ല ആളിന്നാണ്. ഇന്ന ആളാന്ന് നമുക്ക് അറിയത്തില്ല. ചേട്ടൻ ടോബിച്ചേട്ടൻ അധികം നാളായില്ലോ ഇവിടത്തെ പിടിപിരി. പുള്ളി വേറെ ആരും കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ. മാലിയില്ലായിരുന്നു. തിരുവനന്തപുരത്തായിരുന്നു അല്ലേ? അപ്പൊ മാലിയിൽ നിന്ന് പോന്ന തിരുവനന്തപുരത്തോട്ട് അവിടെ ഒരു വർഷമല്ല 4 വർഷമായി വീട് പണിത്. ഇവിടെ പലപ്പോഴും ഇവിടെ നിന്നു. കൂടുതൽ സമയം അങ്ങനെ വന്ന സമയത്ത് സംഭവിച്ചു. വന്നാ വണ്ടി അടിച്ചോണ്ട്. ആണോ? പിന്നെ രാവിലെ വന്ന് അന്നത്തെ ദിവസം വീട്ടിൽ പോയി തറവാട്ടിൽ പോയി ഭക്ഷണം കഴിച്ചില്ലേ? ഭക്ഷണം കഴിച്ചില്ല. റബ്ബർ വെട്ടി പാലെടുത്ത് ഉറയൊഴിച്ചു. പിന്നെ കുറച്ച് സാധനമൊക്കെ ഞങ്ങൾക്ക് മേടിച്ചു കൊണ്ടുപോയി തന്നു. നെച്ചിപ്പുള്ളി അങ്ങ് പോവായിരുന്നു. പിന്നീട് പോകാൻ ആവശ്യമില്ല. പിന്നെ മരിച്ചു കിടക്കുന്നതാ കാണുന്നത്. പോണേ ആവശ്യമില്ല. വലിയൊരു കഴിയായിപ്പോയി. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടന്നതാണ്. ഞങ്ങളുടെ എല്ലാ വീട്ടിലെ കാര്യങ്ങളും നോക്കി നടന്ന ഞങ്ങളവിടെ പറയുന്നേക്കാരും മുമ്പ് എല്ലാം ആളാണ്. എൻ്റെ വീഴ്ചയായിപ്പോയി. ഇതാ ടോമി അല്ലേ? ഓക്കെ. എന്തായാലും ഷേപ്പുകളൊക്കെ മാറിപ്പോയി. ചേട്ടായിക്കൊന്നും വലിയ മാറ്റമൊന്നുമില്ല. ചേട്ടായിരൊക്കെ ഷേപ്പൊക്കെ. ചേട്ടായി ഇവിടെ ഗവൺമെന്റ് ജോലിയായിരുന്നല്ലോ. ഇവിടെ ICTC ജോലിയായിരുന്നു. ക്ലർക്കല്ലായിരുന്നു. ചേച്ചി സൗദി നേഴ്സായിരുന്നു. അങ്ങനെ പിന്നെ ഇരുന്ന് ഇവിടെ വന്നു കഴിഞ്ഞ് പിന്നെ ഒരു ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്താ. ചേട്ടാ ഡിഗ്രി കഴിഞ്ഞല്ലേ? അന്നിവിടെ ക്ലബ്ബൊക്കെ ഉണ്ടായിരുന്നല്ലോ കുന്നുംപുറത്തെ. മറ്റേ ക്ലബ്ബൊക്കെ. എന്നാ കേട്ടോ. ഓക്കെ ശരി കേട്ടോ. ഓക്കെ. ഇപ്പൊ പരിപാടികളൊക്കെ കുറവാ. മുഴുവൻ പുതിയ പരിപാടികളല്ലേ. ടെക്നോളജികൾ മാറി വന്നോണ്ടിരിക്കില്ലേ. നമ്മുടെ പരിപാടികളൊക്കെ കുറവാണ്. പിന്നെ അതിലോട്ടൊക്കെ പോകാൻ ഇവിടെ ലോക്കലിലൊന്നും അതുകൊണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ. ലോക്കലിലൊന്നും വലിയ പരിപാടികളിലോട്ട് പോയിട്ട് കാര്യമില്ല. ഓക്കെ. അമ്മ ക്ഷീണമായോണ്ട് ഓർക്കുന്നില്ലായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ വേറെ ആരും ഇല്ലേ? പിന്നെ വീട്ടിൽ നമ്മളൊക്കെ ഉണ്ട്. നമ്മുടെ അയൽവക്കംകാരാണ്. വീട്ടിലാരും ഇല്ലേ? വീട്ടിലുണ്ട്. വീട്ടിലെല്ലാവരും ഉണ്ട്. പിന്നെ എന്തിനാ ഇങ്ങനെ നടക്കണം? ആര്? സ്ഥിരമായിട്ട് ജീവിക്കണ്ട.
ആ സിനിമയായിട്ട് നമ്മളിവിടെ ജീവിക്കുമല്ലേ. കാരുള്ളിയിലെ കുഞ്ഞേട്ടൻ്റെ ഇളയ മാൻ ജോഷിയും ഭാര്യയും കൂടെയാണ് വന്നത്. കൂടെ ഷായിച്ചേട്ടൻ്റെ ഭാര്യ ജാൻസി അല്ലേ, ജാൻസി ചേച്ചി. പണ്ട് അവിടെ പൊടിമില്ല് നമ്മളവിടെ പോയാണ് അരിയൊക്കെ നെല്ല് കുത്താനും അരിയൊക്കെ പൊടിപ്പിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. അവർക്കായിരുന്നു ഇവിടെ ആദ്യം മില്ലുണ്ടായിരുന്നത്. ഇവിടെ ഇതില്ലേ, നമ്മുടെ സെൻറ്ററില്ലേ, സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെയാണ് ഇപ്പോൾ ജോഷി താമസിക്കുന്നത്. അവിടെയാണ് ആദ്യത്തെ മില്ല് എവിടെയായിരുന്നു. അങ്ങനെ ഓണ വഴിക്ക് ഞങ്ങൾ അവിടെ നിന്ന് ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് മുട്ടായിയൊക്കെ മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു ഇവരുടെ കടയിൽ നിന്ന്. പല്ല് തേക്കാറായില്ലേ? പല്ല് തേക്കാറായില്ലേന്ന്? ആ ആ ഇവിടെ ഉള്ളവർ ഇവിടെ ഉണ്ടെന്നേ. ഇവിടെ ഉള്ളവർ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ജോമോൾ അവിടെ ഇരിപ്പുണ്ടല്ലോ. ജോമോൾ അപ്പുറം ഇരിപ്പുണ്ട്. വിവാൻ കോളേജിൽ പോയി. പിന്നെ നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. വിവീനെ ഇവിടെ ഇല്ല. വിവാൻ കോളേജിൽ പോയി. വിവീനെ ഇവിടെ ഇല്ല. പിന്നെ ഞാനും എലിക്കുട്ടിയമ്മയും ജോമോളും അല്ലേ ഉള്ളൂ. ആ നമ്മൾ 3 പേരും ഇവിടെ ഉണ്ട്. വിവാൻ പാലായിലല്ലേ പഠിക്കുന്നേ? വിവാൻ പാലായിലല്ലേ പഠിക്കുന്നേ? പാലായില് ആ അമ്മ പ്രാർത്ഥിക്കുന്നില്ലേ എല്ലാവർക്കും വേണ്ടി? അവൻ്റെ കൂടെ ഇവിടുന്ന് ആൽബിൻ അപ്പുറം പഠിക്കുന്നുണ്ട്. വേറെ സ്ഥലത്ത് വേറെ ക്ലാസ്സിലാന്നേ ഉള്ളൂ. ഇന്ന് രാവിലെ എലിക്കുട്ടിയമ്മയ്ക്ക് ഉപ്പുമാവും പഴവുമാണ് കഴിക്കുന്നത്. എലിക്കുട്ടിയമ്മ രാവിലെ ഇന്ന് ഇച്ചിരി വിശപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് രാവിലെ കഴിക്കാനായിട്ട് പറഞ്ഞപ്പോഴേ ചേച്ചി വന്നു. ഒരു ദിവസം കൂടെ ആൻറ്റിബയോട്ടിക് ഉണ്ട്. അതിൻ്റേതായ ഒരു ക്ഷീണങ്ങളുണ്ട് അല്ലേ? പെട്ടെന്ന് കഴിച്ചു. ഞൂലാണോ? ആ ഞൂല കൊടുത്താൽ മതി. ആൻറ്റിബയോട്ടിക് കഴിക്കുന്നുണ്ട്. വേറെ വിശപ്പുണ്ട്. ഇന്നലെയൊക്കെ രാവിലെ കഴിക്കാൻ ഇച്ചിരി മടിയായിരുന്നു. കഴിച്ചോ? അതൊക്കെ കഴിച്ചാൽ മതി. ധൃതി ഒന്നും വെക്കണ്ട. ഈ കുട്ടി എന്നാ എടുക്കണം? ഞാൻ ഇപ്പോൾ വന്നതാ ഇങ്ങോട്ട് പ്രാർത്ഥിക്കാനാ. ഇപ്പം പ്രാർത്ഥിച്ച പരിപാടിയൊന്നും നടക്കിയില്ല. കുറുപ്പന്തറയ്ക്ക് പോകണം. ഇപ്പം കുറുപ്പന്തറ നീങ്ങി വന്നാ ഇനി കുറുപ്പന്തറയ്ക്കൊന്നും കൂടെ പോകണം. ആ കുറുപ്പന്തറേതേ ഞാൻ വന്നതാന്ന്. കഞ്ഞിയൊക്കെ കുടിച്ചായിരുന്നോ? കഞ്ഞിയും ചായയൊക്കെ കുടിച്ചോ? വെള്ളം ഒത്തിരി കുടിച്ചോ? വെള്ളമൊക്കെ കുടിച്ചോ ഇന്ന്? വെള്ളം ഒക്കെ കുടിച്ചോ എന്ന്? ആ ആ ആ അതാണ് വെള്ളം കൊണ്ട് വന്നേ. അതിന് വെള്ളം കൊടുക്കാം. ഇത് അമ്മയ്ക്കുള്ള വെള്ള, നാരങ്ങ വെള്ള. അമ്മ വെള്ളം കുടിച്ചെന്ന് പറഞ്ഞാ ഞാൻ ചോദിച്ചത്. വെള്ളം കൊടുത്തായിരുന്നു. ബാർലി വെള്ളമൊക്കെ കൊടുത്ത് ഇനിയിപ്പോ നാരങ്ങ വെള്ളം ഒന്ന് കൊടുക്കുക. കഞ്ഞി കുടിച്ചോ? ആണെങ്കിലേ ജ്യൂസ് ഒരു തണ്ണിമത്തം മേടിച്ചോണ്ട് പോരാൻ വരാം. അത് കടുത്തുരുത്തേക്ക് പോകണം. ഇവിടെ ലാപ്പാഞ്ചാരെ പോകണം. നല്ല കിട്ടുള്ളൂ. ഇവിടെയൊന്നും ഇല്ലേ? ഇവിടെയെങ്കിലും അത് മറ്റേ ഇല്ല, വേറെ കണ്ടില്ല. മറ്റേ ചെറുത് എന്താണ് മേടിച്ച പോലെ പിഞ്ചാണ്. അതല്ലേ അതെ കുടിക്കേ. ഇല്ലല്ല അത് മുഴുവൻ കുടിക്കേ. കഞ്ഞി കുടിച്ചായിരുന്നോ ഉച്ചയ്ക്ക്? കഞ്ഞി കുടിച്ചോന്ന് അമ്മയോട് വരും. അമ്മ എന്നാ പറയണെന്ന് അറിയട്ടെ. അല്ല അത് മുഴുവൻ കുടിക്കും. മധുരം ഉള്ളതല്ലേ പിന്നെ എന്നാ? അത് വേറെ തരാം. മധുരം ഉപ്പ് ഇട്ടിട്ടുണ്ട്. ആ അങ്ങനെ കൊടുക്കുന്നതല്ലേ. ഓറസ് പോലെ ആയിരുന്നുള്ളൂ. ബാർലി വെള്ളം കുടിക്കുമോ? അതിന് ചുവയൊന്നും നല്ല ദാഹാണെങ്കിലേ കുടിക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇതിന് ഒരു ചുവയില്ലെന്ന് പറയും. ആ അതാ പറയാ. കഞ്ഞി കുടിച്ചായിരുന്നോ? ഉച്ചക്ക് കഞ്ഞി കുടിച്ചായിരുന്നോ? ഉച്ചക്കേ കഞ്ഞി കുടിച്ചായിരുന്നോ എന്ന്? അതിനാ? ആ ഇച്ചിരി കുടിച്ചല്ലേ? ആ പിന്നെ ഇല്ലെന്ന് പറഞ്ഞേ. പിന്നെ എങ്ങനെയുണ്ട് ഇപ്പം? ക്ഷീണമൊക്കെ എങ്ങനെയുണ്ട്? ക്ഷീണം ആ ഇന്നും കൂടെ ഉണ്ട് നമുക്ക് ഗുളിക. ആ അതെ അതെ നമുക്ക് ഇന്നും കൂടെ ഗുളികയുണ്ട്. ക്ഷീണത്തിനൊന്നും അതിനൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മൾ ഓരോന്നും മാറി മറിച്ചൊക്കെ എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ക്ഷീണവും ഉണ്ടാവും. ഉണ്ടാവും. അതൊക്കെ പൊക്കോളും.
അവിടെ ഒരായി വരുമ്പം പണി കുറച്ച് കഴിഞ്ഞപ്പം ആ ക്ഷീണമെല്ലാം ചകലം കൂടാകും. പോവും. പണിയാതിരിക്കണം, പണിയാതിരിക്കണം, എന്നാലേ ക്ഷീണം പോവുള്ളൂ. അതുവരെ പിടിച്ച് നിൽക്കണം. നിൽക്കണം. ഇനി വെള്ളമൊക്കെ കുടിച്ച് നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് പിടിച്ച് നിൽക്കണം കേട്ടോ. നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ചേ ഭക്ഷണമൊക്കെ കഴിച്ചേ പിടിച്ച് നിൽക്കണമെന്ന്, ക്ഷീണം മാറാൻ. ഇന്ന് പ്രാർത്ഥന ഇല്ലയോ? ഇന്ന് പ്രാർത്ഥന ചെല്ലിയോ? പ്രാർത്ഥന ഇല്ല. ഇല്ലേ? ഇനി കുറച്ച് കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. സാധാരണ ഇങ്ങനെയുള്ള മേലയൊക്കെ കിടക്കുന്ന സമയത്തൊക്കെ അമ്മ പ്രാർത്ഥന ചെല്ലുന്നതായിരുന്നല്ലോ. അതാ ഞാൻ ചോദിച്ചത്. പ്രാർത്ഥനയില്ല, ആരും കൂടാനില്ലല്ലോ. അത് ശരിയാ. അപ്പം എല്ലാവരും ഓരോ പണിയില്ല. അല്ല, തന്നെ ചെല്ലുന്നതല്ലേ എലിക്കുട്ടിയമ്മേ? പിള്ളേരാരും ഇല്ല. എലിക്കുട്ടിയമ്മ തനിച്ച് പ്രാർത്ഥന ചെല്ലുന്നതല്ലേ? വിവാനില്ല. വിവാൻ വന്നു, വിവിനെ ഇല്ലെന്നേ ഉള്ളൂ. വിവാൻ വന്നിട്ടുണ്ട്. വിവാൻ കോളേജിൽ നിന്ന് വന്നിട്ടുണ്ട്. അവര് വരുമ്പോ ഓരോ സമയമായേ. സമയമാകും, അതാണ്. ഇറങ്ങി നടന്നോ? കഴിച്ചായിരുന്നോ? ഇല്ല, കഴിച്ചില്ല. കഴിക്കാൻ വന്നതാ. കഴിച്ചില്ലേ? ഇല്ല. ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഇത്ര നേരമായിട്ട്. ഞാൻ കുറുപ്പന്തറ വരെ പോയേക്കില്ലായിരുന്നോ? എപ്പോ കഴിക്കാൻ? ഇനിയിപ്പോ കഴിച്ചിട്ട് അങ്ങ് പോവാം. സമയം ഈ രാത്രി സമയം തീരാൻ പോവാ. രാത്രി ഒന്നും തീരാൻ പോകുന്നില്ല. രാത്രിയൊക്കെ തുടങ്ങാൻ പോണേ ഉള്ളൂ. രാത്രിയൊക്കെ ആരംഭിക്കാൻ പോണേ ഉള്ളൂ കേട്ടോ. ഒന്ന് നടന്നോ? കുറച്ച് നടന്നോ? ഇല്ലേ, മുറിക്കകത്ത് കൂടെ നടന്നോ? ഒന്ന് മുറിക്കകത്ത് കൂടെ നടന്നോ? ഒന്ന് നടന്നോ? ഒന്ന് ഇന്ന് എലിക്കുട്ടിയമ്മ ഇന്ന് നടന്നോ? എല്ലാ സമയത്തും നടക്കാൻ അവര് സമ്മതിക്കേ. അതിനാ എല്ലായിടത്തും വീടൊന്നും പറഞ്ഞു അങ്ങനെ നടക്കണമില്ല. ഇല്ലേ? അതിൻ്റെ ആവശ്യമില്ല. ഇല്ലേ? അത്യാവശ്യം വന്നാൽ നടക്കണം. അല്ല, ഇന്ന് ഇച്ചിരി നടന്നോ? ഒന്ന് കുറച്ച് നേരത്തേന് അത് മതിയോ? വെറുതെ എന്തിനാ വെറുതെ മനുഷ്യരെ കൊണ്ട് ബുദ്ധിമുട്ടിക്കും. അത് ശരിയാ. പൈസ കൊണ്ട് ശരീരം കൊണ്ട് എല്ലാം ബുദ്ധിമുട്ടായിട്ടൊന്നും പോകേണ്ട കാര്യമില്ല. ഇന്നലെ നടക്കണം. കൂടാതെ നമ്മൾ ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ കാര്യത്തിന് ഇറങ്ങിയാൽ മതി. അപ്പോൾ നമുക്കൊരു ദോഷവും പറ്റിയേ. അതൊക്കെ ഈശോ തൂത്തുടച്ചോളയും. ഈശോ തൂത്തുടച്ച് കളയും. ഇപ്പം നമ്മൾ ഇച്ചിരി ശരീരമൊക്കെ ആണെങ്കിൽ നടക്കുകയൊക്കെ ചെയ്യണം. ഓരോടും പെരുമാറണം. അതുപോലെ പറ്റുള്ളൂ. അല്ലാതെ ഒരാളെ തന്നെ നോക്കിയാൽ പോരാ. അത് ഈശോ സമ്മതിക്കുകയില്ല. ഈശോയുടെ കാലത്ത് ഈശോ പ്രവർത്തിച്ചൊക്കെ നോക്കുവാണെങ്കിൽ ഇന്നത്തെ ലോകം എന്നതാ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെല്ലാം കാര്യങ്ങളാ നടത്തുകയും ഉണ്ടാക്കുകയും ചെയ്ത് സമ്പത്തും സ്ഥാനമാനങ്ങളും ബഹുമാനങ്ങളും ഒക്കെയായിട്ട്. ഞാൻ പോയി കഴിക്കട്ടെ കേട്ടോ. ഈശോയുടെ മുതലുണ്ടാക്കുക സമ്പാദിക്കല്ല, അത് പൊതുകാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഈശോ ഉണ്ടാക്കിയ മുതലല്ല. അത് ശരിയാ. പലർക്കും വേണ്ടിയിട്ട്. അതങ്ങനെ വേണം ചെയ്യാൻ. നമ്മൾ ചെയ്താലും അങ്ങനെ ചെയ്യണം. എന്നെങ്കിലും അതിന് ഫലം നമുക്കുള്ളൂ. അല്ലാതെ മോള് കുറച്ച് വാരിക്കൂട്ടി നമ്മുടെ വീട്ടിൽ കൊണ്ട് വെച്ച് വാരിക്കൊട്ടി വെച്ച് പിന്നെ അത് വേറെ മാറ്റി വെച്ച് വേറെ കുറേ മേടിച്ച് വെച്ച് അതുകൊണ്ടൊന്നും നമുക്കൊരു നേട്ടവും ഇല്ല. അതുപോലെ അറ്റം മുതൽ മറ്റേ അറ്റം വരെ തകർന്ന് പോയിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഈശോ തന്നിരിക്കുന്ന അങ്ങനെയാണ്. ഒന്നുമില്ലാത്തവരെ രക്ഷിക്കാനാണ്. അപ്പോൾ അവരൊക്കെ ഇല്ലെങ്കിൽ ഉണ്ടോ ഇല്ലെന്ന് അന്വേഷിച്ചിട്ട് അവർക്ക് പറ്റാവുന്ന പോലെ ചെയ്യണം. അതാണ്. മനുഷ്യർക്ക് ജാതിയോ മതമോ ഒന്നും നോക്കണ്ട. എല്ലാവരും ഈശോയുടെ മക്കളാണ്. പിന്നെ അവർ ഈശോ കൊടുക്കുമ്പോൾ ഈശോ അങ്ങനെയല്ല കൊടുക്കണം, അതുപോലെ മറ്റുള്ളവരും കൊടുക്കണം. ഞാൻ കഴിച്ചിട്ട് വരാം. ഞാൻ പോയി കഴിച്ചിട്ട് വരാം. എല്ലാവരും പോയി കഴിക്കും. എലിക്കുട്ടിയമ്മ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. കുറെ വർത്താനൊക്കെ പറഞ്ഞു. ഈ മനുഷ്യൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ഈ മനുഷ്യൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? അമ്മയ്ക്കൊന്നും പറയാനുള്ള ആരോഗ്യമില്ല. എന്തൊക്കെ ചോദിച്ചാൽ വർത്താനം പറയാനുള്ള ഉച്ചയ്ക്ക് വൈകുന്നേരം പെട്ടെന്നൊക്കെ പോവുക. ഉഷാരിക്കുന്നില്ലേ?
ഏ കുരിശ വരയ്ക്കുന്നില്ലേ ഇന്ന്? ഇന്നലെ കുരിശ വരച്ചില്ലല്ലോ. ഇന്ന് വരയ്ക്കുന്നുണ്ടോ? കുരിശ വരയ്ക്കുന്നുണ്ടോന്ന്? പ്രാർത്ഥന ഇല്ലെന്നുണ്ടോന്ന്? എലിക്കുട്ടിയമ്മ ഏ ഞാനതൊക്കെ കഴിഞ്ഞ എപ്പോ? 1 മണിക്കൂറായി രാത്രിയൊക്കെ കഴിഞ്ഞ് കിടക്കാൻ പറഞ്ഞിട്ട്. ആണോ? പോവാ 1 മണിക്കൂറായത് കണ്ടവരെ എല്ലാം പോവാ. വരാ അവരും കിടക്കാനും ഇല്ല, പായും ഇല്ല, ഒന്നുമില്ല. ഇല്ലായിരുന്നോ? ഇച്ചിരി നേരം ചുമ്മാ നിലത്ത് ഒന്ന് കിടന്നു. നിലത്താണോ കിടന്നേ? ചാണകം മറി തറ ചുമ്മാ കിടക്കണേ ചെയ്തേ? അങ്ങോട്ട് പോകാനിട്ട് പറ്റിയില്ല. അതിനാ ചാണകം മെഴുകിയ തറ ചുമ്മാ കിടക്കണേ ചെയ്തേ? അവരവിടെ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്. പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ടെന്ന്. പിന്നെ പ്രാർത്ഥന എല്ലാം ആ ഞങ്ങൾക്ക് ചെല്ല്. ആ ചെല്ല്. ഞാനൊക്കെ നേരത്തെ ചെല്ലില്ല. ചെല്ലിയതല്ലേ? ആ ഇന്നിപ്പോ പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല. ഇന്നലെ വന്നില്ലല്ലേ? പ്രാർത്ഥന എല്ലാം വരച്ചോട് ചോദിക്കണം. അതൊക്കെ ചെയ്യണ്ടേ? അതെ അതെ. അവരെല്ലാം പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞപ്പോഴത്തേന് ഈ കുട്ടിയമ്മ തന്നെ ഇരുന്ന് പ്രാർത്ഥനയില്ലോ കേട്ടോ. പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു. അമ്മ ഇപ്പം ചൊല്ലിക്കൊണ്ടിരിക്കുവാണേ. ഒറ്റയ്ക്ക് ചെല്ലുവാണേ. കഞ്ഞി കുടിക്കാമെന്ന് വിളിച്ചു. പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പൊക്കെ നിലവിളിക്കുന്നു. ഒരു ദിവസം ഒരു നേരമെങ്കിലും അമ്മ പ്രാർത്ഥന ചെല്ലാതെ കിടക്കിയില്ല. ഞങ്ങൾ അങ്ങേപ്പൊക്കെ നെടുറുപ്പെടുന്നു. അങ്ങയുടെ മധ്യസ്ഥം അങ്ങേ പ്രവാസേഷം അങ്ങ് ഉദരത്തിൻ്റെ അനുഗ്രഹപരമായി ഈശോയെ ഞങ്ങൾ നേരെ തിരിക്കണേ. കാരുണ്യവും വാത്സല്യവും മാധുര്യം നിറഞ്ഞ കന്യാമറിയമേ, ഈശോയുടെ വാഗ്ദാനക്ക് ഞങ്ങൾ യോഗ്യരാകും. സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, കിടന്നാണോ പ്രാർത്ഥിക്കുന്നത്? കഞ്ഞി കുടിക്കാൻ വിളിച്ചായിരുന്നല്ലോ. അത്താഴം കഴിക്കാനായിട്ടേ ജോമോള് വിളിച്ചായിരുന്നല്ലോ. കഴിക്കാനായിട്ട് ജോമോളിപ്പോ വിളിച്ചായിരുന്നല്ലോ. ജോമോളെ അത്താഴം കഴിക്കാനായിട്ട് അമ്മേനെ വിളിച്ചായിരുന്നു. അങ്ങ് ചെല്ലാൻ പറഞ്ഞു. ഇപ്പോഴാ? എന്നാടാ? പ്രാർത്ഥന കുറച്ചു നേരം പ്രാർത്ഥന ചൊല്ലി. എണീറ്റ് വാ, എന്നാലേ എണീറ്റ് വാ, കഞ്ഞി കുടിക്കാം. കഞ്ഞി കുടിക്കണ്ട, എണീറ്റ് പോര്. അത്താഴം കഴിക്കാനായിട്ട് എണീറ്റ് ചെല്ലാൻ. അയ്യോ കഴിക്കണം, കഴിക്കാതിരിക്കാൻ പറ്റിയല്ല. ഗുളിക കഴിക്കാനുള്ളതാണേ, മരുന്ന് കഴിക്കാനുള്ളതാ. പേരിക്കുട്ടിയമ്മയുടെ ഓരോ ദിവസത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. ബോറടിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞേക്കുക. നമ്മളിപ്പം വേറെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല. ഭയങ്കര അസ്വസ്ഥത, കുടിക്കാതിരുന്നേക്കാൻ അസുഖം ഒന്നുമില്ല. ആര് പറഞ്ഞേ? കിടക്കാം. കുടിക്കാതിരിക്കുമ്പോഴേ അസുഖം ഉണ്ടാകുന്നത്. ആരോഗ്യം വേണ്ട ശരീരത്തിന്. ഭക്ഷണം എന്തെങ്കിലും വെച്ചിട്ട് കഴിച്ചു പോയിട്ടുണ്ട്. പിന്നെ എന്നാ വിഷമാന്ന് പറയാം. എന്നാ വിഷമം? എന്നാ വിഷമം? കിടക്കാൻ മേല, ഇരിക്കാൻ മേല. ഓ ആണോ? വൈദ്യുതി ശരീരം മൊത്തം ഉണ്ടെന്നാ. ആണോ? ഓ എന്നിട്ട് ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഇല്ലല്ലോ. ഇവര് ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. അത് ഇതിനകത്തൊക്കെ ചേർക്കണ സാധനമൊക്കെ എന്നൊക്കെ എന്നാർക്കത്. ആ അത് ശരിയാ. ഇപ്പൊ വരുന്ന മുഴുവൻ കെമിക്കലാ. പുറത്തും സാധനം മേടിച്ച് നമ്മളിവിടെ ഉണ്ടാക്കി കഴിക്കുമല്ലേ, പിന്നെ കുഴപ്പമൊന്നുമില്ല. വാ എണീറ്റ് വാ, ചെല്ലേ എണീറ്റ് ചെല്ലേ. അവിടെ ചൂട് കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് വിളിക്കുന്നത്. മീനില്ല, മീൻ പിടിക്കാൻ പോകാൻ പറ്റിയില്ലല്ലോ. വാ എണീറ്റ് വാ, കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട്, എണീറ്റ് വാ. ആ ഇച്ച കഴിഞ്ഞല്ലേ, തണുത്തു പോവും, ചൂടാറിപ്പോവും. ഏറ്റു വാ. പ്രാർത്ഥനയിലും എടുത്തെന്ന് തോന്നും. നിങ്ങൾ തുടങ്ങിയതല്ലേ? ആ പിന്നെ കടന്നതിലിപ്പോൾ ഞാൻ കഞ്ഞി പിടിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ നിർത്തി, അത് വിട്ടുപോയി. ഏറ്റു വാ, ഏറ്റു വാ, വാ ഏറ്റു വാ. കഞ്ഞി കുടിക്കാൻ വാ, വാ കഞ്ഞി കുടിക്കാൻ വാ. ഡോക്ടർ പറഞ്ഞ അമ്മയ്ക്ക് ശ്വാസം മുട്ടലൊന്നും ഇല്ലെന്ന് കേട്ടാ. അമ്മ ഡോക്ടർ പറഞ്ഞ അമ്മയ്ക്ക് ഒരു ശ്വാസം മുട്ടലും ഇല്ലെന്ന് കഴിഞ്ഞ ദിവസം കൊണ്ടുപോയപ്പം പറഞ്ഞു. അത് പിന്നെ പിന്നെ ഉണ്ടാവുമല്ലോ, ഓരോ സമയത്തും ഉണ്ടാവുമല്ലോ. അതെ അതെ, സ്ഥിരം ഉണ്ടാവുമല്ലോ. എന്നാ പിന്നെ എലിക്കുട്ടിയമ്മ ഡോക്ടർ ആയാൽ മതി. വാ ഞാൻ പോവാ.
നീ എവിടെ പോവാ? ഞാൻ കഞ്ഞി കുടിക്കാൻ പോവാ. വരുന്നുണ്ടോ? കഞ്ഞി കുടിക്കാനോ? ആ കഞ്ഞി കുടിക്കാൻ. എനിക്ക് അടുക്കള പണിയുണ്ട്. ഏരിക്കുട്ടിയമ്മയ്ക്ക് തരാനാ വിളിച്ചത്. എനിക്ക് വേണമെന്നില്ല. ആ വേണമെന്നില്ലെന്നല്ലേ? വേണമെന്നില്ല ഇല്ലെന്നില്ലല്ലോ. വേണമെന്നില്ല എന്നുള്ള ഡയലോഗ് എന്നും ഉള്ളതാ. വേണ്ടാന്ന് പറയണം. അല്ലെങ്കിൽ അത് പറയുന്നില്ലല്ലോ. മതി ചെറുക്കിനെ ഇടിച്ചു കയറ്റുക. അല്ല വെറലിനിടെ കയറാൻ പാടേണ്ടതാ. വാ വെറലിനിടെ കയറി ഭംഗിയുണ്ട്. വാ അത് വിരളം മാറി അടിക്കണം. അതാണ് നീ പോയി പടത്തോളാം. ഞാൻ വന്നോളാം. ഹെലികോപ്റ്റർ പറ്റി നടക്കണല്ലേ? പിടിക്കാനൊക്കെ തുടങ്ങിയ പിന്നെ പിടിക്കണം എന്നൊരു തോന്നല് മനസ്സിൽ വരും. പിടിച്ച് പൊക്കി എടുത്തോണ്ട് നടന്ന സമയം ഉണ്ടായിരുന്നു. തോളയിലിട്ട് നടന്ന സമയം. അതാ അമ്മക്ക് മൂളിക്കൊണ്ട് നടക്കണം. എന്തുവാണ് എനിക്ക് വയ്യ. എലിക്കുട്ടി ഇച്ചിരി എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ നോക്കിയിട്ടൊക്കെ പോകുള്ളേ. ഉപ്പുണ്ടോ? പുളിയുണ്ടോ? അന്ന് അവിടെ ഇരുന്നോ. സ്പൂണ് കൊണ്ടല്ലേ അവിടെ ഇരുന്നോ. ചൂടുണ്ടോ? തീ ചൂടാ. അത് പോരെ. വാ പൊള്ളിയല്ലേ കൂടുതലായാല്. അത് കരിയാപ്പലേ എന്റെ പൊന്നോ. അവിടെ ഇരുന്നോ. ഇവിടെ കുടിക്കുന്നില്ലേ? കഞ്ഞി കുടിച്ചോ? കഞ്ഞി കുടിക്കുന്നില്ലേ? കഞ്ഞി കുടിക്കുന്നില്ലേന്ന്? കുടിക്കുന്നില്ലേന്ന്? അതിനാ ഇച്ചിരി കുടിച്ചോ. ഇച്ചിരി കുടി. അത് കുടി. ഇച്ചിരി അല്ലേ വെള്ളം കുടിക്കണം. കഞ്ഞി വെള്ളം വരി ചെല്ലണം. വെള്ളം നിന്നിട്ട് കുടിക്കണം എന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കുടിച്ചേ. ഞാൻ കോരിത്തരാം. മീനില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അല്ലേ? സ്പെല്ലിങ് പിന്നെ അത് കഴിക്കാൻ പറ്റിയല്ലോ. ഇന്നലെ കഴിച്ചിട്ടല്ലേ? ഇന്നലെ വൈകിട്ടൊക്കെ നല്ല മെർത്തിയായിട്ട് കഴിച്ചാൽ. എന്നാ വേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വെള്ളം കുടിക്കണ്ട. വെള്ളം വരിച്ചല്ലേ. ഈ കുട്ടിയമ്മ കുഞ്ഞു കൊച്ചായിക്കൊണ്ടിരിക്കുമോ അല്ലേ? ചൂടെ കഴിക്കേ. വേണ്ടെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. വൈകുന്നേരം ഇത് വൈകിട്ട് ഇത് കഴിക്കുന്നതല്ലേ? വേറെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ വിനീന. വൈകുന്നേരം ഒന്നും കഴിച്ചില്ലല്ലോ. അതെല്ലാ ദിവസവും തിന്നുന്നതല്ലേ? ഇന്ന് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കുന്നതല്ലേ? അതല്ലേ ഉള്ളൂ. ഗുളിക കഴിക്കാനുള്ളതാ. ഗുളിക മരുന്ന് കഴിക്കാനുള്ളതാ. ആള് ക്ഷീണിച്ചു പോവും. മരുന്ന് കഴിക്കാനുള്ളതാന്നേ. അത്താഴം കഴിഞ്ഞ് ഗുളിക. ഉണ്ട്. നമുക്ക് മേലാത്തതിന് അതിന് ഗുളിക കഴിക്കാനുള്ളതാ. അതുകൊണ്ട് കഴിക്കണം. അല്ലാതെ പറ്റിയല്ല. കോരി കുടിക്കണം. പുളി ഒരു ഇതൊക്കെ ഉള്ളതല്ലേ പിന്നെ എന്നാ? വേണ്ട. കുഞ്ഞുപിള്ളയാവുന്നു. കുഞ്ഞുപിള്ള. എന്നാ വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ കഴിക്കണമെന്നേ. അര പാത്രം കഴിച്ചാൽ മതി. അത് കരിയാപ്പിലൊക്കെ കളഞ്ഞേക്കാം. കരിയാപ്പില നമുക്ക് കാണത്തില്ലല്ലോ. അതെ. ഇല്ല എന്നാ കിടക്കാൻ നമുക്ക് സമയമായിരുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഒന്നും കൂടെ കിടക്കണ്ട. ഇന്ന് പ്രാർത്ഥനയെല്ലാം കൂടിയില്ലല്ലോ. പ്രാർത്ഥന തുടങ്ങിയപ്പോൾ നമ്മളെങ്കിൽ കഞ്ഞി കുടിക്കാൻ പോകുന്നില്ലേ? പോരന്നേ. ഇയ്യോ പോരന്നേ. ഇച്ചിരി കുഴിക്കണമെന്നേ. ഗുളിക കഴിക്കാനുള്ളതാന്നേ. രാവിലെ ഏക്കിയല്ലെന്നേ. ഇച്ചിരി കഴിക്കണമെന്നേ. ഒന്നും പോരന്നേ. വേണമെന്നേ. അങ്ങനെ പറഞ്ഞാൽ പറ്റിയല്ലെന്നേ. ആൾക്കാർ ഓർക്കും വേണ്ടെന്ന് പറഞ്ഞിട്ട് കഴിപ്പിക്കുന്നത്. പക്ഷെ അമ്മ വിളിക്കുന്നുണ്ടോ നിങ്ങൾ? അമ്മ അങ്ങനെ പറയും പലതും. നമ്മളമ്മയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ അമ്മ കഴിക്കുകയില്ല. കൊടുത്താൽ കഴിക്കും. അതാണ് അമ്മയുടെ പരിപാടി. എന്നാ ഇച്ചിരി കൂടെ ഉള്ളു. ശകലം കൂടെ ഉള്ളു. 2 വായ കൂടെ ഉള്ളു. കഴിക്കാന്നേ. പിന്നെ ഇതെന്നും കഴിക്കുന്നതല്ലേ? എന്നും കഴിക്കുന്ന. എന്നാ 2 വായ കൂടെ ഉള്ളു. 2 വായ കൂടെ ഉള്ളു. മതിയാ? നന്നായിട്ട് കഴിക്കോ? മതിയെങ്കിൽ ഇച്ചിരി കൂടുതലാണ് കൊടുത്തിരുന്നതെന്ന് തോന്നുന്നു. എന്നാ കഴുകാൻ പാ. എന്നാ പോയി കഴിക്കോ. വാ കഴുകണ്ടേ? വാ കഴുകണ്ടേ?
പൊടിയാ ഏ എവിടെ നിന്ന് മണ്ണും പൊടി കിടക്കണമൊക്കെ ആര് പറഞ്ഞു? അതെ. പിന്നെ എലിക്കുട്ടിയമ്മയായിട്ട് നീറ്റായിട്ട് കിടക്കണ ആളാ, ഏറ്റവും വൃത്തിയും വെടിപ്പും ഉള്ള ആളാ എലിക്കുട്ടിയമ്മ. എലിക്കുട്ടിയമ്മയുടെ അവിടെ ഒരു മണ്ണും പൊടി വേണം. ഇത്രയും സീലിംഗ് എല്ലാം ചെയ്ത് ഇങ്ങനെ ക്ലിയർ ആയിട്ടിരിക്കുന്നിടത്ത് ഒരു തരിപ്പൊടിയും വീഴാനില്ല. ഇനി എങ്ങനെയാ? ആ അവിടെ കിടന്നോ, അല്ലേ എലിക്കുട്ടിയമ്മയുടെ മുറി അതല്ലേ? അമ്മയുടെ കട്ടിലല്ലേ അത്? അമ്മയുടെ കട്ടിലല്ലേ അത്? എൻ്റെ കട്ടില ആ അതിലല്ലേ കിടക്കണേ. എലിക്കുട്ടിയമ്മയുടെ ആൻറ്റിബയോട്ടിക്കിൻ്റെ ലാസ്റ്റ് ഗുളികയാണ് ഇന്ന് കഴിച്ചിരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഒന്നും കൂടെ മൂത്രം എടുത്ത് പരിശോധിച്ച് നോക്കണം. ഏതിൻ്റെ വയറ്? ഇത്രയും വയറോ? ഇത്രയും വയറോ? ഈ വയറിന് ശ്വാസം വിടാൻ പറ്റിയല്ലേ? ഇതിനകത്തൊന്നും ഇല്ലമ്മേ, ഈ വയറിനകത്തൊന്നും ഇല്ലമ്മേ, ഇതധികം ഭക്ഷണമൊന്നുമില്ല, അതുകൊണ്ട് ശ്വാസം വിടുന്നതിന് കുഴപ്പമൊന്നുമില്ല. വാ ഒന്ന് മുള്ളിയിട്ട് കിടക്കാം, വാ വാ മൂത്രം ഒഴിച്ചിട്ട് കിടക്കാം. ഇല്ലെന്നേ ഇപ്പൊ കഞ്ഞി കുടിച്ചിട്ട് ഒരു ഇതേ മൂത്രം ഒഴിച്ചില്ലേ? വാ ഏറ്റവും മൂത്രം ഒഴിക്കണം, മൂത്രം ഒഴിച്ചിട്ട് കിടക്കണം, അല്ല അമ്മ വഴക്കുണ്ടാക്കും. വാ ഇപ്പോഴൊന്നും ഒഴിക്കണ്ട, ഇപ്പൊ ഒഴിക്കണം, വാ ഒന്ന് ഒഴിച്ചിട്ട് കിടന്നോ. ഇപ്പൊ എപ്പോഴാ കിടക്കുന്ന ആൾക്ക് അതിനാ കിടക്കാൻ പറ്റുന്നു? കിടക്കുമല്ലേ ഇപ്പം? വാ ഏറ്റവും ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് കിടന്നോ. വാ ഏറ്റു വാ. എന്തെങ്കിലും കേട്ടാ എന്നത് തലയില? വാ മൂത്രം ഒഴിക്കാം, ഏറ്റു വാ. മൂത്രം ഉണ്ടെന്നേ, മൂത്രം ഒഴിക്കാനുണ്ടെന്നേ, വാ. ഇല്ലെന്നേ ഞാൻ നോക്കി ഇപ്പൊ ഇച്ചിരി മുമ്പ് നോക്കില്ല മൂത്രം ഉണ്ടോന്നോ? മൂത്രം ഒഴിക്കാൻ അവിടെ നിന്ന് നോക്കിയൊന്നുമില്ല. ഒന്നും പോകാൻ ഇവിടെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുവായിരുന്നു, ഇവിടെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുവായിരുന്നു. പിന്നെ എങ്ങനെയാ ഇവിടെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുവായിരുന്നു? പിന്നെ എങ്ങനെയാ? പതിനിടയ്ക്ക് എപ്പോഴാ പോയെ? മൂത്രം ഒഴിച്ചിട്ട് വരാം, വാ. ആ വാ മൂത്രം ഒഴിച്ചിട്ടേ കിടക്കാം, വാ. മൂത്രം ഒഴിക്കാന്ന് പറഞ്ഞാണ്ട് വെള്ളാവും. ഇതോ ആണോ? അത് അമ്മ ഇവിടെ കിടന്നു മുള്ളു, അതുകൊണ്ടാ. അതുകൊണ്ടാ മൂത്രം ഒഴിപ്പിച്ചാൽ കിടക്കും. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഏൽപ്പിച്ചേ മൂത്രം ഒഴിപ്പിച്ചാൽ കിടക്കുവാണെങ്കിലേ മൂത്രം ഒഴിക്കാതിരിക്കല്ലേ കട്ടിലേല്, അതുകൊണ്ടാണ്. അമ്മ അങ്ങനെ കുഞ്ഞുനാളിൽ നമ്മളെല്ലാം പിന്നെ പിടിച്ച് മൂത്രം ഒഴിപ്പിച്ചിട്ടുള്ളതല്ലേ ഏൽപ്പിച്ച്, പായ മുള്ളാതിരിക്കാൻ വേണ്ടി. ഇതെല്ലാം അമ്മ അലക്കണം, അതിനു വേണ്ടി അന്ന് പിടിച്ചേൽപ്പിച്ച് മൂത്രം ഒഴിപ്പിക്കുമായിരുന്നു. അതുപോലെ തന്നെ അതെ, അന്ന് ഡൈപ്പർ വല്ലതും ഉണ്ടോ? ഇതാ ഇത് ഇത് ലൈറ്റ് അങ്ങോട്ട് ഇട്ടേ മോനെ. കിടക്കണ ഇതല്ലേ കട്ടില്? ഇതല്ലേ എലിക്കുട്ടിയമ്മയുടെ കട്ടില്? കിടന്നോട്ടോ, ഞാൻ പൊക്കോട്ടെ, ഞാൻ പൊക്കോട്ടെ. പോണെന്ന് അമ്മയ്ക്ക് നിർബന്ധം. കുറച്ച് പണിയുണ്ട്, അത് തീർത്തിട്ട് വരാം കേട്ടോ. മകൻ ഇവിടെ നിപ്പുണ്ടല്ലോ. ആ മകൻ ഇവിടെ ഉണ്ട് കേട്ടോ. മകനുണ്ടായിട്ട് കാര്യമൊന്നുമില്ല അല്ലേ അമ്മേ? മകനുണ്ടായിട്ട് കാര്യമൊന്നുമില്ല അല്ലേ? എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.